ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് നമ്മുടെ പേപ്പർ ടാക്സേഷൻ, അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, നമ്മുടെ ഓവറാൾ ഈ സബ്ജക്റ്റ് നമ്മൾ എത്ര ദിവസം കൊണ്ടാണ് കവർ ചെയ്യുന്നത്, നമ്മുടെ ഒരു പഠിക്കുന്ന ഒരു മെത്തഡോളജി, അതാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. ഇത് പേപ്പർ 3 ആണ്, ഫസ്റ്റ് ഗ്രൂപ്പിലെ 3ാമത്തെ പേപ്പറാണ്. അപ്പോൾ അതിനകത്ത് 2 പാർട്ടുണ്ട്. 50 മാർക്ക് ഇൻകം ടാക്സും 50 മാർക്ക് GST. അല്ല, 50 മാർക്കിൻ്റെ ഇൻകം ടാക്സിൻ്റെ ടാക്സേഷൻ പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ആണ് ഞാനിപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ അസസ്മെൻ്റ് ഇയർ 26-27 ആണ്, അതായത് മെയ് 26, സെപ്റ്റംബർ 26, ജനുവരി 27 ഒരൊറ്റ പേപ്പറാണ്. അല്ലെങ്കിൽ മീൻസ് ഒരേ ലോ തന്നെയാണ് ആപ്ലിക്കബിൾ. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു ചലഞ്ച് എന്ന് വെച്ചാൽ, നിങ്ങൾ ജാനുവരി 2027 എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികളാണ്. ഇപ്പോൾ ജനുവരി 2027 എക്സാം എഴുതുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങി പഠിച്ച് ജാനുവരി 27 എക്സാം എഴുതുകയാണ്. ഈ ടാക്സേഷൻ പേപ്പറിൻ്റെ ഒരു പ്രശ്നം, എസ്പെഷ്യലി ഇൻകം ടാക്സിൻ്റെ പേപ്പറിൻ്റെ പ്രത്യേകത, എല്ലാ വർഷവും നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് അവതരിപ്പിച്ച് അത് പിന്നെ പാസ്സാക്കി ആനുവൽ ഫൈനാൻസ് ആക്ട് ആയി കഴിയുമ്പോൾ എവരി ഇയർ ഇൻകം ടാക്സിനകത്ത് ഉള്ള കുറച്ച് കാര്യങ്ങൾ അവർ ചേഞ്ച് വരുത്തും. നമ്മളതിനെ അമെൻമെൻറ്റ്സ് എന്നാണ് പറയുക. ഈ അമെൻമെൻറ്റ്സ് എവരി ഇയർ ഉണ്ട്, എല്ലാ വർഷവും. അപ്പോൾ ഒരു തവണ വരുന്ന അമെൻമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 3 എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ. മെയ് 26 അല്ലെങ്കിൽ മെയ്, സെപ്റ്റംബർ, ജാനുവരി. ഈ 3 പരീക്ഷയ്ക്കും ഒറ്റ അമെൻമെൻറ്റ്, ഒരു ഫൈനാൻസ് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുക. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഫൈനാൻസ് ആക്ട് 2025 ബേസ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. മെയ് 26, സെപ്റ്റംബർ 26, ജാൻ 27 പഠിക്കുക. ദ പ്രോബ്ലം ഈസ്, 1961 നിയമമാണ് ഇൻകം ടാക്സ് ആക്ട് 1961 എന്നുള്ള നിയമമാണ്. ഭയങ്കര ഓൾഡ് ലോ ആണ്. അപ്പോൾ ആ നിയമം ഇത്രയും വർഷം പഴക്കമുള്ള ഈ ഒരു നിയമത്തിനെ അവർ ലാംഗ്വേജ് സിമ്പിളാക്കാനും വേർഡിങ്സ് റെഡ്യൂസ് ചെയ്യാനും കോംപ്ലിക്കേഷൻ ഒഴിവാക്കി ഒരു സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലേക്ക് നിയമത്തിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയും അങ്ങനെ കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞ ഇൻകം ടാക്സ്, പഴയ ഓൾഡ് ഇൻകം ടാക്സ് ആക്ടിനെ അവർ ഓവർ റൈഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ നിർത്തിയിട്ട് പകരം ഒരു ടോട്ടലി റീവാമ്പ് ചെയ്ത് പുതിയ ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവന്നു. അത് ഇൻകം ടാക്സ് ആക്ട് 2025 എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഇൻകം ടാക്സ് ആക്ട് 2025 ആപ്ലിക്കബിൾ ആകുന്നത് മെയ് 2027 എക്സാമിനേഷൻ മുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ പഠിക്കുന്നത് വെച്ചിട്ട് ജാൻ 27 നിങ്ങൾ നിർബന്ധമായി ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയ് 27 എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങൾ പഠിച്ച ലോ അല്ല, അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ ലോയുടെ പേര്, സെക്ഷൻ നമ്പേഴ്സ്, എവറിത്തിങ് വിൽ ചേഞ്ച്. സോ ദാറ്റ് വിൽ കം അണ്ടർ ദ ന്യൂ ലോ, ഇൻകം ടാക്സ് ആക്ട് 2025. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് യു ഹവ് ടു റിമെമ്പർ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഈ പറയുന്ന മെയ് 2027 തന്നെ പഠിച്ച് അതിൽ തന്നെ ക്ലിയർ ചെയ്ത് ജാൻ 27 തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചേഞ്ച് അപ്ഡേറ്റ് ചെയ്യണം. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബിഗ് ചേഞ്ചാണ് മെയ് 27 വരാൻ പോകുന്നത്, അല്ലെങ്കിൽ വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഈ 50 മാർക്കിന് ഇൻകം ടാക്സിനകത്ത് 15 മാർക്കിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ബാക്കി 35 മാർക്കിന് ഡെസ്ക്രിപ്റ്റീവുമാണ് വരിക. ഇതിനകത്ത് അവർ പറയുന്നത് ഒരു പ്രൊഫഷണൽ നോളജും സ്കില്ലും ഇൻ്റർമീഡിയറ്റ് ലെവലിൽ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ലെവലാണ്, അറ്റ് ദ ഇൻ്റർമീഡിയറ്റ് ലെവൽ യു ആർ എക്സ്പെക്റ്റഡ് ടു നോട്ട് ടു ഓൺലി അക്വയർ പ്രൊഫഷണൽ നോളജ് ബട്ട് ഓൾസോ ദി എബിലിറ്റി ടു അപ്ലൈ സച്ച് നോളജ് ഇൻ പ്രോബ്ലം സോൾവിംഗ്. The process of learning should also help you inculcate the requisite professional skills, that is intellectual skills and communication skills necessary for achieving the desired professional competence. അപ്പോൾ ഇച്ചിരി ടഫാണ്, ഭയങ്കര സിമ്പിളൊന്നും അല്ല. നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഗഹനമായി ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇൻകം ടാക്സ് ലോയുടെ പ്രൊവിഷൻസ് ആണ് 1962 ഇൻകം ടാക്സ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പുതിയ ഇൻകം ടാക്സ് ആക്ട് വരുന്നത് മെയ് 2027 മുതലാണ് അത് ആപ്ലിക്കബിൾ ആവുക. ഇതിനകത്ത് പ്രധാനമായി പല സെക്ഷൻസ് ആയിട്ട് നമ്മുടെ ഷെഡ്യൂൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ പേപ്പർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 50 മാർക്കിൽ. ആദ്യം ഈ ബേസിക് കോൺസെപ്റ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ്. യൂഷ്വലി നമ്മളെ സംബന്ധിച്ചൊരു 1.5 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് സബ്ജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ ബേസിക് കൺസെപ്റ്റ്സ്. നമ്മൾ ഈ ബേസിക് കൺസെപ്റ്റ്സ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററും ചാപ്റ്റർ 2 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടലിംഗ്, അത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. ഒരു 2 ദിവസം കൊണ്ട് നമ്മൾ ആ 2 കൂടെ ചേർത്തിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ പഠിക്കും. ഈ ഇൻകം ടാക്സ് ആക്ടിനകത്ത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കൺസെപ്റ്റുകളും കുറച്ച് ടെർമിനോളജി, കുറച്ച് ഡെഫിനിഷൻസ്, അതുപോലത്തെ കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് മാക്സിമം എന്തൊക്കെ രീതിയിലുള്ള ഇൻകമാണ് കിട്ടാൻ സാധ്യത. ജോലിയുള്ള ഒരാൾക്ക് സാലറി കിട്ടാം, വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് കെട്ടിടം വാടക കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഹൗസ് പ്രോപ്പർട്ടി വരുമാനം കിട്ടാം, ബിസിനസ് ഉള്ള ആൾക്ക് ബിസിനസ്സിൽ നിന്ന് വരുമാനം കിട്ടാം, പ്രൊഫഷനുള്ള ആൾക്ക് പ്രൊഫഷനിൽ നിന്ന് വരുമാനം കിട്ടാം,
ഒരാളുടെ കയ്യിൽ മൂലധന ആസ്തി, ലാൻഡോ, ബിൽഡിങ്ങോ, ഷെയറോ, സ്വർണമോ ഇതുപോലത്തെ മൂലധന ആസ്തി ഉണ്ടെങ്കിൽ അത് വിൽക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഇൻകം വരാം. ഈ 4 സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത മറ്റ് റെസിഡ്യൂറി ഇൻകത്തിനെല്ലാം അതർ സോഴ്സ് എന്നും വിളിക്കുക. അപ്പോൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ് നമ്മുടെ ഈ 50 മാർക്കിന് ഇൻകം ടാക്സിലെ മേജർ ഏരിയ ആണ് ഹെഡ്സ് ഓഫ് ഇൻകം. ഹെഡ്സ് ഓഫ് ഇൻകം, ഇൻകത്തിൻ്റെ 5 തലകൾ. ഒന്ന് ഇൻകം ഫ്രം സാലറീസ്. ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 15 തൊട്ട് 17 വരെയാണ് നിലവിലെ ഓൾഡ് ലോയുടെ ഈ സാലറി ഗവേൺ ചെയ്യുന്ന പ്രൊവിഷൻസ് വരുന്നത്, 15 തൊട്ട് 17 വരെ. രണ്ടാമത്തെ ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 22 തൊട്ട് 27 വരെയാണ് ഹൗസ് പ്രോപ്പർട്ടി വരിക. ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 28 തൊട്ട് 44 വരെയാണ് PGBP വരിക. 45 തൊട്ട് 55 വരെ ക്യാപിറ്റൽ ഗെയിൻ. 56 മുതൽ 59 വരെയുള്ള സെക്ഷൻസ് അതർ സോഴ്സ്. ഇങ്ങനെയാണ് 5 ഹെഡ്സ് വരുന്നത്. എംപ്ലോയ്മെന്റ് എന്നുള്ള സോഴ്സിൽ നിന്ന് ഒരാൾക്ക് കിട്ടുന്ന വരുമാനമാണ് സാലറി. അതെങ്ങനെ ഇൻകം ടാക്സ് പ്രകാരം കമ്പ്യൂട്ട് ചെയ്യും, അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പഠിക്കുക. യൂഷ്വലി ഇറ്റ് വിൽ റിക്വയർ 3 to 4 days ടു ഫിനിഷ് ദാറ്റ് ചാപ്റ്റർ. കുറച്ച് വലിയ ചാപ്റ്ററാണ്. രണ്ടാമത് ഹൗസ് പ്രോപ്പർട്ടിയാണ്. കെട്ടിടത്തിൽ നിന്നുള്ള വരുമാനം അത് ഇൻകം ടാക്സ് പ്രകാരം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതിൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്തൊക്കെ കിഴിവുകൾ, എന്തൊക്കെ എക്സ്പെൻസുകൾ കുറയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ആ ചാപ്റ്റർ പഠിക്കുക. ഹൗസ് പ്രോപ്പർട്ടി 22 തൊട്ട് 27 വരെയാണ് ഹൗസ് പ്രോപ്പർട്ടി. അത് നമുക്കൊരു 2-2.5 ദിവസം മതി മാക്സിമം പഠിക്കാൻ, ഫിനിഷ് ചെയ്യാനായിട്ട്. ആ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാനായിട്ട്, ഹൗസ് പ്രോപ്പർട്ടി ഫിനിഷ് ചെയ്യാൻ 2.5 ദിവസം ഉണ്ടാവും. അപ്പോൾ സാലറി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. രണ്ടാമത്തെ ഹൗസ് പ്രോപ്പർട്ടിയാണ്. സാലറിക്ക് ഒരു 3-4 ദിവസം വേണം. ഹൗസ് പ്രോപ്പർട്ടിക്ക് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 2-2.5 ദിവസം മതി. ചെറിയ ചാപ്റ്ററാണ്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഹെഡാണ് PGBP. PGBP എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് ഫോം ഉപയോഗിക്കുന്നതാണ്. പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നാണ് അതിൻ്റെ ഫുൾ പേര്. PGBP, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ, അയാൾക്ക് പല തരത്തിൽ ഇൻകം കിട്ടാം, വരുമാനങ്ങൾ കിട്ടാം. അപ്പോൾ അയാളുടെ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനത്തിന് മാത്രമാണ് നമ്മൾ ഈ ഹെഡിൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ അക്കൗണ്ട്സുമായിട്ട് ഒരുപാട് ബന്ധം ഇതിനുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അത് P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അല്ല, P&L അക്കൗണ്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സും പ്രൊഫഷനും ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഇൻകമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണിത്. ഇത് കമ്പൽസറി ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞ് നമുക്ക് ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മാൻഡേറ്ററി ആയിട്ട് എല്ലാ സ്റ്റുഡൻസും അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ വരുന്നത് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ PGBP അഥവാ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡ്സ് ഓഫ് ഇൻകം ചാപ്റ്ററാണ്. 5 ദിവസം മിനിമം വേണം, 6 ദിവസം വരെ എടുക്കാം ആ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാനായിട്ട്. 10 മുതൽ ഏതാണ്ട് 14 മാർക്ക് വരെ ഈ ഒരു ചാപ്റ്റർ ഇന്ന് ചോദിക്കാറുണ്ട്. പ്രാക്ടിക്കലിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾഷിപ്പിന് കയറുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന സാധനമാണ് PGBP അഥവാ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അത് വളരെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ PGBP എന്നുള്ള ചാപ്റ്ററിൽ തന്നെ ബിസിനസ്സുകാരും ഉണ്ട്, പ്രൊഫഷണൽസും ഉണ്ട്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ആർക്കിടെക്ട്, അഡ്വക്കേറ്റ്, ഇതുപോലത്തെ പ്രൊഫഷണൽസിൻ്റെ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി അതല്ല ട്രേഡേഴ്സ്, മാനുഫാക്ചറേഴ്സ്, വലിയ ബിഗ് ലെവൽ മാനുഫാക്ചറേഴ്സ്, ഇതുപോലെ ബിസിനസ്സുകാരുടെ ഇൻകം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും. ഇത് രണ്ടും നമ്മൾ ഇതിനകത്ത് കാര്യമായിട്ട് പഠിക്കേണ്ടി വരും. PGP കഴിഞ്ഞാൽ അടുത്ത ഹെഡ്, 4ാമത്തെ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞ ഹെഡാണ്. ഒരാളുടെ കയ്യിലിരിക്കുന്ന മൂലധനാസ്തി അത് വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റിനാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുക. അതാണ് 4ാമത്തെ ഹെഡ്. ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 45 തുടങ്ങി 55 തീരുന്നത്. സിമ്പിൾ ഹെഡാണ്. 56 മുതൽ 59 വരെയാണ് ഇൻകം ഫ്രം അതർ സോഴ്സ് വരിക. 56 മുതൽ 59 വരെ. 56 മുതൽ 59 വരെയുള്ള അതർ സോഴ്സിനകത്ത് പറയുന്ന പ്രധാനമായി ഒരാൾക്ക് ലോട്ടറി എടുത്തു, അതിൽ നിന്ന് സമ്മാനം കിട്ടി. ബാങ്കിൽ FD ഉണ്ട്, പലിശ കിട്ടി. ഷെയർ ഉണ്ട്, ഡിവിഡൻഡ് കിട്ടി. ഡിബഞ്ചർ ഉണ്ട്, ഇൻട്രസ്റ്റ് കിട്ടി. ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടി, സമ്മാനം കിട്ടി. അപ്പോൾ ഇതുപോലുള്ള വരുമാനങ്ങൾ, അതായത് ബാക്കി 4 ഹെഡിൽ സാലറിയിലോ, എംപ്ലോയ്മെന്റിൽ നിന്നുള്ള വരുമാനമായ സാലറിയിലോ, ബിൽഡിംഗിൽ നിന്നുള്ള വരുമാനമുള്ള ഹൗസ് പ്രോപ്പർട്ടിയിലോ, ബിസിനസിന്റെ അല്ലെങ്കിൽ പ്രൊഫഷന്റെ വരുമാനത്തിലോ, ക്യാപിറ്റൽ ഗെയിനിലോ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത മറ്റ് റെസിഡ്യൂറി വരുമാനങ്ങൾ, മിസലേനിയസ് എല്ലാം കൂടെ ചേർത്ത് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 5 ഹെഡിൽ ഇൻകം കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ഇൻകം ഓഫ് അതർ പേഴ്സൺസ് ഇൻക്ലൂഡഡ് ഇൻ അസസീസ് ടോട്ടൽ ഇൻകം. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഈ 5 ഹെഡിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്തതിനു ശേഷം അടുത്ത സ്റ്റെപ്പ്, ഒരു വ്യക്തി ടാക്സ് വെട്ടിക്കാനായി അവന് വരുന്ന ഇൻകത്തിനെ മറ്റൊരാളുടെ പേരിലേക്ക് കാണിക്കാൻ ചാൻസ് ഉണ്ട്. 10 രീതിയിൽ കള്ളത്തരം കാണിക്കാം. ഈ 10 രീതിയിൽ അയാൾ കാണിക്കാൻ ചാൻസ് ഉള്ള കള്ളത്തരങ്ങളെ മുൻകൂട്ടി കണ്ടിട്ട് ഇൻകം ടാക്സ് ആക്ടിനകത്ത് അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. അതിനാണ് ഈ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി അയാളുടെ ഇൻകം ടാക്സ് വെട്ടിക്കാനായിട്ട് ശ്രമിച്ചാൽ അതിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് അയാളുടെ കയ്യിലേക്ക് തന്നെ അതിനെ ടാക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അഥവാ ഇൻകം ഓഫ് അനദർ പേഴ്സൺ ഇൻക്ലൂഡഡ് ഇൻ അസസീസ് ടോട്ടൽ ഇൻകം. മറ്റൊരാളുടെ ഇൻകത്തിനെ അസസീഡ് ഇൻകത്തിലേക്ക് ആഡ് ചെയ്യുന്ന പ്രോസസ്സ്. ഇത് ആന്റി അവോയ്ഡൻസ് മെഷറാണ്. ഒരു വ്യക്തി ടാക്സ് ഇവേഷൻ നടത്താൻ ശ്രമിക്കുന്നതിനെ തടയാനുള്ള ആന്റി അവോയ്ഡൻസ് മെഷർ. അതാണ് ഇത്. ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയും. ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 60 to 65 വരെ. ഞാൻ ഈ പറഞ്ഞതിനകത്ത് സാലറി നമുക്കൊരു 3-4 ദിവസം വേണം.
PGBP 5-6 ദിവസം വേണം ഫിനിഷ് ചെയ്യാനായിട്ട്. ക്യാപിറ്റൽ ഗെയിൻ പഠിക്കാൻ 3 days മതി. ഹൗസ് പ്രോപ്പർട്ടി പഠിക്കാൻ 2 ദിവസം മതി. IFOs പഠിക്കാൻ 1 ദിവസം മതി. ഇത്രയാണ് ഹെഡ്സ് പഠിച്ച് തീർക്കാൻ നമുക്ക് വേണ്ട സമയം. ക്ലബിംഗ് ഓഫ് ഇൻകം പഠിക്കാൻ 1 day, മോർണിംഗ് തുടങ്ങിയാൽ ഈവനിങ് ആകുമ്പോൾ ഫിനിഷ് ചെയ്യാം. ഈ 10 രീതിയിലെ ടാക്സ് ഇവേഷൻ തടയാനുള്ള മെത്തേഡ്സ്. അത് കഴിഞ്ഞാൽ ക്ലബിംഗ് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ഓഫ് ലോസസ് എന്നാണ്. നമ്മൾ ഈ പഠിക്കുന്ന 5 ഹെഡിനകത്ത് സാലറി ഒഴികെ ബാക്കി 4 ഹെഡിനകത്തും നെഗറ്റീവ് ഇൻകം അഥവാ നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോസും ഇൻകവും വന്നാൽ ഇത് രണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ഓഫ് ചെയ്ത് നെറ്റ് റിസൾട്ട് പുറത്തെടുക്കണം. ആ ചാപ്റ്ററാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 70 തൊട്ട് 80 വരെയുള്ള പ്രൊവിഷൻസ്. ഒരു ദിവസം പഠിക്കാനേ ഉള്ളൂ. രാവിലെ തുടങ്ങി വൈകിട്ട് നമ്മൾ കഴിയും സെറ്റ് ഓഫ്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ, അതായത് 5 ഘട്ടത്തിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് ക്ലബിംഗ് നടത്തി സെറ്റ് ഓഫ് നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന ഇൻകത്തിന്റെ പേരാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ചാപ്റ്റർ 6A അഥവാ ടാക്സ് പ്ലാനിങ് നമുക്ക് കുറയ്ക്കാം. ടാക്സ് പ്ലാനിങ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഇൻകത്തിന്റെ പേരാണ് ടോട്ടൽ ഇൻകം. ആ ടോട്ടൽ ഇൻകത്തിന്റെ പുറത്താണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ബഡ്ജറ്റ്, ലേറ്റസ്റ്റ് ആനുവൽ ഫൈനാൻസ് ആക്ട് നമ്മൾ റെഫർ ചെയ്യുക. അതിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ് ഓഫ് ടാക്സ് വെച്ചിട്ടാണ്, പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ടാക്സ് അപ്ലൈ ചെയ്യുക. ഈ കണ്ടുപിടിക്കുന്ന ടാക്സ് ലൈബിലിറ്റി ഇത്രയുമാണ് സിലബസിന്റെ 50 മാർക്കിൽ ഓൾമോസ്റ്റ് 35 മാർക്കിനും ചോദിക്കുന്നത്. ഇത്രയും ടോപ്പിക്കാണ്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ നമ്മുടെ 5 ഹെഡ്സ് കഴിഞ്ഞാൽ ക്ലബിംഗ് ആണ്. ക്ലബിങ്ങിന്റെ മറ്റൊരു പേരാണ് ഇൻകം ഓഫ് അതർ പേഴ്സൺ ഇൻക്ലൂഡ് ഇൻ അസസീസ് ടോട്ടൽ ഇൻകം. അത് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ആണ്. അത് കഴിയുമ്പോൾ കിട്ടുന്ന ഇൻകത്തിന്റെ പേര് GTI, ഗ്രോസ് ടോട്ടൽ ഇൻകം. അതിൽ നിന്ന് ചാപ്റ്റർ 6 അഥവാ ടാക്സ് പ്ലാനിങ്. അത് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകത്തിന്റെ പുറത്ത് ടാക്സ് കാൽക്കുലേഷൻസ്. ദെൻ നൗ ദ നെക്സ്റ്റ്. ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റിന് ടാക്സ് റിക്കവർ ചെയ്യാൻ പല മെത്തേഡുണ്ട്. നമ്മൾ ഡയറക്റ്റ്ലി പേ ചെയ്യുന്ന അല്ലാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് സർക്കാർ റിക്കവറി, അതിനെ ടാക്സ് റിക്കവറി മെക്കാനിസം എന്നാണ് പറയുന്നത്. അതിന് പ്രധാനമായും 3 മെത്തേഡാണ് നമ്മുടെ ഇൻകം ടാക്സ് നിയമത്തിലുള്ളത്. 1 TDS, ഫുൾ ഫോം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. 2 TCS, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. 3 അഡ്വാൻസ് ടാക്സ്, മുൻകൂർ നികുതി. ഇത് 3ഉം കൂടെ ചേർത്ത് ഒറ്റ ചാപ്റ്റർ. ഒരു 2-3 ദിവസം വേണ്ടി വരും പഠിച്ചത്. കാരണം വലിയ ചാപ്റ്റർ. ഇപ്പോൾ TDS, TCS, അഡ്വാൻസ് ടാക്സ്. അപ്പോൾ അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ചാപ്റ്റർ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു വ്യക്തിയുടെ റിട്ടേൺ ഫയലിംഗ് ആണ്. എന്ന് വെച്ചാൽ ഇൻകം ടാക്സിന്റെ കണക്ക് കൊടുക്കുക. ഫയലിംഗ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം. എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്, ഡ്യൂ ഡേറ്റ് എന്നാ, അത് ഡിലേ വന്നാൽ എന്താ പ്രശ്നം, ലേറ്റ് ഫീസ് ഉണ്ടോ, പെനാൽറ്റി ഉണ്ടോ, അപ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ. പ്രൊസീജിയറൽ കംപ്ലയൻസ് ആണ്. ബേസിക്കലി പ്രൊസീജിയറാണ്, തിയറിയാണ്. അതാണ് പ്രൊവിഷൻസ് ഫോർ ഫയലിംഗ് ഓഫ് റിട്ടേൺ ഇൻകം ആൻഡ് സെൽഫ് അസസ്മെന്റ്. ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ കമ്പൽസറി ക്വസ്റ്റ്യനിൽ വരുന്ന മോഡലാണ്. നമ്മൾ ഈ പഠിച്ച എല്ലാ ചാപ്റ്ററും കൂടി കണക്ട് ചെയ്ത് റിയൽ ലൈഫ് സിറ്റുവേഷൻ തരികയാണ്. ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ്, റിയൽ ലൈഫ് സിറ്റുവേഷൻ്റെ ഡീറ്റെയിൽസ് തരികയാണ്. തന്നിട്ട് ഈ വ്യക്തിയുടെ ടോട്ടൽ ഇൻകവും ടാക്സും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇതിനെയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ടാക്സ് ലൈബിലിറ്റി, കമ്പ്യൂട്ടേഷൻ ആൻഡ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഇതാണ് കമ്പൽസറി ക്വസ്റ്റിനെ ചോദിക്കുന്നത്. അപ്പോൾ അവസാനമാണിത്. ബാക്കി എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലൈബിലിറ്റി ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് ഒരു 1 to 2 days, 2 ദിവസം വേണ്ടി വരും. ഓൺലി പ്രോബ്ലം പ്രാക്ടീസാണ്. നമ്മൾ പഠിച്ച എല്ലാ ചാപ്റ്ററും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു വ്യക്തിയുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അയാളുടെ 5 ഘട്ടത്തിൽ ഇൻകം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും, ക്ലബിംഗ് നടത്തി, സെറ്റ് ഓഫ് നടത്തി, ഗ്രോസ് ടോട്ടൽ ഇൻകം അറൈവ് ചെയ്ത്, ചാപ്റ്റർ 6 കുറച്ച് ടാക്സ് ടോട്ടൽ ഇൻകം അറൈവ് ചെയ്ത്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത്, അയാൾക്ക് ടാക്സ് പ്ലാൻ ചെയ്യാൻ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം, മാക്സിമം ടാക്സ് എങ്ങനെ സേവ് ചെയ്യാം, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈ ലാസ്റ്റ് ചാപ്റ്റർ. സോ ദാറ്റ്സ് ഓൾസോ വിൽ ടേക്ക് അറൗണ്ട് 2 days. ഇത്രയുമാണ് ഇൻകം ടാക്സിന്റെ സിലബസ്. എല്ലാം കൂടി ഒരു 24 മാക്സിമം 25 ദിവസം വേണം ഈ പേപ്പർ പഠിക്കാൻ. 50 മാർക്കിന്റെ പേപ്പർ പഠിക്കാൻ. ഇതുപോലെ 50 മാർക്ക് GST ഉണ്ടേ, അപ്പോൾ ഓളിയും ഉണ്ട്. ക്ലാസ് രാവിലെ 8:30 തൊട്ട് വൈകിട്ട് 5:30 വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് മറ്റ് ഡിഗ്രിക്ക് നിങ്ങൾ പഠിക്കുന്ന പോലെ +1 പഠിക്കുന്ന പോലെ അല്ല. ഇവിടുത്തെ രീതി കുറച്ച് ഡിഫറൻ്റ് ആണ്. നമ്മളൊരു പ്രൊവിഷൻ പഠിക്കുന്നു, അത് ലേൺ ചെയ്യുന്നു, ക്ലാസ്സിൽ തന്നെ അത് അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ തന്നെ എൻ്റെ പ്രോബ്ലം ചെയ്യുന്നു. ഈവൻ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ്, ആ ടോപ്പിക്കോട് ബന്ധപ്പെട്ട പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് അടക്കം ക്ലാസ്സിൽ തന്നെ സോൾവ് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു. ദിസ് ഈസ് ദ വേ. വീട്ടിൽ പോവുക, റിപ്പീറ്റ് ചെയ്യുക, അത് റിവൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ. പ്രോബ്ലം ക്ലാസ്സിൽ തന്നെ ചെയ്യുവാണ്. കഴിയുന്നതും സ്റ്റഡി മെറ്റീരിയൽ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് വി വിൽ ബി സോൾവ്ഡ് ഇൻ ദ ക്ലാസ് റൂം ഇറ്റ് സെൽഫ്. രാവിലെ 8:30 തൊട്ട് വൈകിട്ട് 5:30, 5:45 വരെ നമ്മുടെ ക്ലാസ് നീണ്ടു പോവാം. ഓൾമോസ്റ്റ് 25 days ആണ്. ഒരു വിസിറ്റ് എന്ന് പറയുമ്പോൾ 5 to 6 days മാക്സിമം. അത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് അടുത്ത വരാം. അപ്പോൾ അങ്ങനെ ഒരു 3-4 വിസിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ പേപ്പർ ഫിനിഷ് ചെയ്യുക. സോ ഐ തിങ്ക് യു ഗോട്ട് എ വെരി ഗുഡ് ഐഡിയ ഓൺ ദിസ് പേപ്പർ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അമെൻമെൻറ്റുകൾ ബാധകമാണ്. അപ്പോൾ January 27 എന്ന് പറയുമ്പോൾ ഈ മെയ്യും സെപ്റ്റംബറും ജാനുവരിയൊക്കെ ഒരേ എക്സാമിനേഷൻ പാറ്റേൺ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ബട്ട് May 27 വരുമ്പോഴത്തേക്കും നിയമം മാറും. അപ്പോൾ Jan 27 തന്നെ മാക്സിമം പഠിച്ച് പാസ്സാക്കാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളുടെ ഓർഡറൊക്കെ ഒന്ന് അറേഞ്ച്മെൻറ്റ് തിരിച്ച് മാറ്റേണ്ടി വരും. പുതിയ ലോ വരുമ്പോൾ സെക്ഷൻ നമ്പർ മാറും, ആക്ടിൻ്റെ പേരും മാറി,
ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് 2025 ആയിട്ട് വരും. ഇത്രയുമാണ് ഈ സബ്ജക്റ്റിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തരാനുള്ളത്. 50 മാർക്ക് ഇൻകം ടാക്സിനെ പറ്റി. ശേഷം നമുക്ക് ക്ലാസ്സിൽ കാണാം.